ഇതിൽ ഇത്രയും നല്ലൊരു ക്യാപ്സൂളൊക്കെ ഇവിടെ വന്നതുകൊണ്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് തുടങ്ങാൻ തോന്നുന്നു. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. കാരണം ഇത് സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ ഈ കണക്കിൽ സത്യമുണ്ട് എന്നങ്ങ് സ്ഥാപിക്കുന്ന അതേപടി എടുക്കാൻ ഞാൻ എന്തായാലും തയ്യാറല്ല. ഈ കൊടുത്തിരിക്കുന്ന കണക്ക് സത്യമല്ല. കാരണം നാട്ടിലെവിടെയാണ് ഉണ്ണിസാർ കേരളത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിച്ചു. കേരളത്തിൽ എവിടെയാണ് 75,000 രൂപ കുഴിയെടുത്ത് സംസ്കരിക്കുന്നതിന് ചെലവാകുന്നത്? ഒറ്റ സ്ഥലം പറഞ്ഞാൽ മതി. കേരളത്തിൽ എവിടെയെങ്കിലും 75,000 രൂപയ്ക്ക് ഒരു കുഴിയെടുത്തുള്ള സംസ്കാരം പുത്തുമലയിൽ ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുത്ത് സംസ്കരിക്കുകയായിരുന്നു. അത് ദുരന്ത നിവാരണ നിയമപ്രകാരം കളക്ടർ ഏറ്റെടുക്കുന്നു. JCB അടക്കം അതിന്റെ അസോസിയേഷനുകൾ അടക്കം ഈ വാഹനങ്ങളൊക്കെ വിട്ടു നൽകുന്നതൊക്കെ അവിടെ നിന്ന് കണ്ട ഒരാളെന്ന നിലയിലാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാത്തിനും ഈ വേരിയസ് ഹെഡ്സിന്റെ കീഴിൽ പ്രൊജക്റ്റഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ അതെങ്ങനെയാണ് വിശ്വസിക്കുക? കേരളം കൊടുക്കുന്നത് അവാസ്തവമായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വിശ്വസനീയമല്ലാത്ത കണക്കുകളാണ് കൊടുക്കുന്നത്. അങ്ങനെ കണക്ക് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളൊരു നാണക്കേട് ഈ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ നമ്മൾ കുറച്ചുകൂടി ഒരു വാസ്തവം വേണ്ടേ, യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്നതാവണ്ടേ? ഈ 75,000 രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്ന് പറയുന്നതൊക്കെ അത് എന്തിനു വേണ്ടി ആയാലും അത് നുണയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ബോധ്യമാകുന്ന ഒന്നല്ലേ അല്ലേ? 75,000 രൂപയ്ക്ക് അതവിടെ കൂട്ടക്കുഴിമാടങ്ങളാണ് ഒരുക്കിയത്. നമ്മൾ കണ്ടതാണ്, നമുക്ക് ഏറെ കണ്ണ് നനയിപ്പിച്ച കാഴ്ചയാണ്. അവിടെ ഒരു കുഴിമാടം ഉണ്ടാക്കുന്നതിന് 75,000 രൂപ ചെലവായി എന്ന് പറഞ്ഞ ഒരു ഹെഡിൽ അത് ഉൾക്കൊള്ളിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഒരു കാര്യം പൂർണ്ണമായും ശരിയാണ്. കാരണം പുഞ്ചിരിമട്ട മുതൽ ഇങ്ങ് ചൂരൽമല വരെയുള്ള ഭാഗത്ത് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആ നാശനഷ്ടം എങ്ങനെയാണ്, ഏത് തരത്തിലാണ്, ഏതൊക്കെ വിളകൾ ഉണ്ടായിരുന്നു, അങ്ങനെ പല എക്സ്പെൻഡിച്ചറായി അത് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ ഒരു കണക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആ കണക്ക് തയ്യാറാക്കാനും വലിയ രീതിയിൽ വൈകിട്ടുണ്ടല്ലോ. ഈ മാഡം പറഞ്ഞ 35 ദിവസത്തെ കാലതാമസം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമല്ല, ഇവിടെ കണക്ക് തയ്യാറാക്കുന്നതിന് 9-ാം തീയതി വന്നപ്പോഴേ പറഞ്ഞല്ലോ നിങ്ങൾ വിശദമായി ഈ മെമ്മോറാണ്ടം നൽകണം, തൊട്ടടുത്ത ദിവസം നൽകണം. ദുരന്തമുണ്ടായത് 8-ാം തീയതിയല്ല, ഉണ്ടായത് ജൂലൈ 30-ാം തീയതിയാണ്. ജൂലൈ 30-ന്റെ പുലർച്ചെയുണ്ടായ അപകടത്തിൽ എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്നത് രക്ഷാപ്രവർത്തനം കഴിഞ്ഞ ആ ഘട്ടത്തിൽ തന്നെ തയ്യാറാക്കേണ്ട കണക്കാണ്. അത് ഇത്രയും ദിവസം വൈകി എന്നുള്ളത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? 11 കോടി രൂപ വസ്ത്രത്തിന് ചെലവാക്കി, 75,000 രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ പരത്തി പറയുന്നതിനെയാണ് മറുഭാഗത്ത് എതിർക്കുന്നവർ ആയുധമാക്കുന്നത് എന്നുള്ളതാണ് സർക്കാർ മനസ്സിലാക്കേണ്ടത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ വോളണ്ടിയേഴ്സിനായി നീക്കി വെച്ചിരിക്കുന്ന പണം അവിടെ ഏത് വോളണ്ടിയർ ആണ്? സേവാഭാരതിയുടെയോ DYFIയുടെയോ വൈറ്റ് ഗാർഡിന്റെയോ യൂത്ത് കെയറിന്റെയോ ഏത് വോളണ്ടിയർ ആണ് അവിടെ പണം വാങ്ങി ജോലിയെടുത്തത്? 5,000 വോളണ്ടിയേഴ്സിന് ആയിട്ടുള്ള ഹെഡ്സിലാണല്ലോ ഈ തുക പറഞ്ഞിരിക്കുന്നത്. ഏത് വോളണ്ടിയർ ആണ് അവിടെ പണം വാങ്ങി ജോലി എടുത്തതോ? എനിക്ക് തോന്നുന്നില്ല ഒരാളെങ്കിലും അങ്ങനെ പണം വാങ്ങി ജോലി എടുത്തുവെന്ന്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. അല്ല എങ്കിൽ വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി നിയോഗിച്ച, അങ്ങനെ തൊഴിൽ പരിശീലനം കിട്ടിയ ആളുകളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കാം അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവുക. അല്ലാതെ വോളണ്ടിയേഴ്സിന് എവിടെയാണ് പണം കൊടുത്തത്? നമ്മൾ കൊടുത്ത എന്ത് കാര്യത്തിനാണ് ഈ കണക്കിൽ പറയുന്നത്? എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ? എനിക്ക് മനസ്സിലാകാത്ത കാര്യം അതാണ്. നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടേണ്ടത് വാങ്ങിച്ചെടുക്കണം, എന്നാൽ അതിനുവേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു സത്യസന്ധത വേണ്ടേ? സത്യസന്ധത എന്ന് പറയുന്നത് സത്യസന്ധതയും ഒരു ധാർമ്മികതയും ഒന്നുമില്ലാതെ നമ്മൾ ഏത് മാർഗവും സ്വീകരിക്കും പണം ഉണ്ടാക്കാൻ എന്നൊക്കെ അങ്ങ് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നിയുണ്ട് സാർ. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒന്നും വേണ്ടായിരുന്നു. പശുവുള്ള ആളുകൾ ഒരു കർഷകന് 3 പശു എന്ന രീതിയിലാണ് പണം കൊടുക്കാനായി കണക്കാക്കുന്നത്. അങ്ങനെയൊക്കെ കണക്കാക്കി ഈ തുകയെല്ലാം ഇങ്ങനെ എഴുതി കൂട്ടുമ്പോൾ അതിൽ യഥാർത്ഥ നഷ്ടമാണ് നമ്മൾ കാണിക്കേണ്ടത്. യഥാർത്ഥ നഷ്ടത്തിന് മാത്രമേ പണം കിട്ടൂ, അത് കുറവാണ് എന്ന് പറയുമ്പോൾ അന്ന് ആവശ്യപ്പെട്ട കണക്കെന്ന് പറയുന്നത് 2,000 കോടിയാണ്. ഈ 2,000 കോടി എത്തിക്കുന്നതിന് വേണ്ടിയാണോ ഈ കള്ളത്തരം പറയുന്നത്? അങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വില എവിടെയാണ്? കേരളം 75,000 രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ളവർ മാത്രമാണ് ഈ കണക്കൊക്കെ കാണാൻ പോകുന്നത്. മറ്റു മാധ്യമങ്ങളിലും എല്ലാം വരില്ലേ? അപ്പോൾ കേരളത്തിലുള്ളവർ കാശ് കിട്ടാൻ വേണ്ടി എന്ത് കള്ളവും പറയുന്നവരാണ് എന്ന ഒരു കാര്യം കൂടി മറുഭാഗത്ത് വരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം. ഈ കണക്കിൽ കള്ളമുണ്ട്, ഈ കണക്കിൽ കളവുണ്ട്. ഈ കണക്ക് സത്യസന്ധമായി വേണം അവതരിപ്പിക്കാൻ. കേന്ദ്രം നൽകേണ്ട തുക 2,000 കോടിയാണെങ്കിൽ 2,000 കോടി ഡിമാൻഡ് ചെയ്ത് വാങ്ങിച്ചെടുക്കണം. അതിനൊപ്പം ഞാൻ നിൽക്കും. പക്ഷേ 75,000 രൂപ ഒരു കുഴിയെടുക്കാൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമാണ്. ആ കള്ളത്തരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും ചെയ്താലും എനിക്ക് പറ്റില്ല.